നമ്മുടെ അമൽ നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നീയത്ത് നന്നാവണം. നമ്മുടെ നീയത്ത് നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഖൽബ് നന്നാവണം. നമ്മുടെ ഖൽബ് നന്നാവണം എന്നുണ്ടെങ്കിൽ തസവുഫ് വേണം. എന്താണ് തസവുഫ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, വയജിബു അലാ മൻ ലം യുർസഖ് ഖൽബൻ സലീമൻ തഅല്ലുമു അദവിയതി അംറാദിൽ ഖൽബ് മിൻ കിബരിൻ വഉജ്ബിൻ വരിയാഇൻ വനഹ്വിഹാ. തസവുഫിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഖൽബിലുള്ള എല്ലാ മാലിന്യങ്ങളെയും നീക്കി കളയലാണ്. കിബറിനെ തൊട്ട്, റിയാഇനെ തൊട്ട്, ഉജ്ബിനെ തൊട്ട്, അഹങ്കാരത്തെ തൊട്ട്, ഉൾനാട്ടത്തെ തൊട്ട്, ഞാനെന്ന ഭാവത്തെ തൊട്ട്, കളവ് പറയലിൻ്റെ സ്വഭാവത്തെ തൊട്ടൊക്കെ ഖൽബിനെ നന്നാക്കണം. അതാണ് തസവുഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തസവുഫ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ ഖൽബ് നന്നാവുക. ഖൽബ് നന്നായാലേ ഉള്ളൂ നമ്മുടെ നീയത്ത് നന്നാവുക. നീയത്ത് നന്നായാലേ ഉള്ളൂ നമ്മുടെ അമല് നന്നാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ഒരു സരസിലും ശൈത്വാനും മലക്കും രണ്ടും കൂടി ഒരുമിച്ചിരിക്കൂലല്ലോ. നന്മയും തിന്മയും ഒരു പാത്രത്തിൽ ഒരുമിച്ചിരിക്കൂല. പാലും കള്ളും ഒരുമിച്ചൊരു പാത്രത്തിൽ ഒഴിച്ചാൽ അത് ശരിയാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഖൽബ് നന്നാക്കണം. നമ്മുടെ തസവുഫ് വേണം. തസവുഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാര്യങ്ങളെ തൊട്ട് നമ്മുടെ ഒരു സലീമുൽ ഖൽബാവണം. ഖൽബിൻ്റെ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഖൽബ് നന്നാവണം. നമുക്ക് നമ്മളാണ്, ഞാനാണ്, ഞാൻ വലിയ ആളാണ് എന്നുള്ളൊരു വിചാരമൊക്കെ മാറ്റിവെച്ച് മറ്റൊരാളെ കാണുമ്പോൾ അയാൾ ആരാണ്? ഹുവ ഖൈറും മിന്നി, അയാൾ എന്നേക്കാൾ ഉത്തമനാണ്, അയാൾ എന്നേക്കാൾ ഉത്തമനാണ്, ഞാൻ അയാളേക്കാൾ മോശപ്പെട്ടവനാണ്. അത് വലിയൊരു കാര്യമാണ്. നമ്മളെക്കാൾ പ്രായം കൂടിയ ഒരാളെ നമ്മൾ കാണുമ്പോൾ അയാൾ എന്നേക്കാൾ ഇബാദത്ത് ചെയ്തൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ അയാളെ ബഹുമാനിക്കണം. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞൊരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടി എന്നേക്കാൾ തെറ്റുകൾ കുറഞ്ഞ ആളാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയാളെ ബഹുമാനിക്കണം. നമ്മളെ സമപ്രായക്കാരെ കണ്ടാൽ നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് നോക്കിയിട്ട് ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്ത് ഈ മനുഷ്യൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ എന്നേക്കാൾ ഉഷാറിയ ആളാണ്. തസവുഫിൻ്റെ രീതിയാണത്.